അനിക ഇപ്പം നമിത നിങ്ങൾ രണ്ടുപേരും കപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നു. കപ്പടിച്ചോ? കപ്പടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. എന്നാ തിയേറ്ററിൽ വരിക? സെപ്റ്റംബർ 27 തിയേറ്റേഴ്സിൽ വരുന്നത്. വലിയ ആഘോഷമായിട്ട് വരികയാണോ? 100%. നമുക്ക് എനിക്ക് തോന്നുന്ന കപ്പിന്റെ ഡയറക്ടറെ കൂടി പരിചയപ്പെടാൻ തോന്നുന്നു അല്ലേ? Sure, സഞ്ജു sure. വി സാമുവൽ. അതെ സർ. സഞ്ജുവിന്റെ ഇവിടെ എവിടെയാ? പയ്യന്നൂര് സർ. ആ, കപ്പിന്റെ സംവിധാനമൊക്കെ എങ്ങനെയായി? നല്ല രീതിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ തിയേറ്റർ ഏകദേശം പൊളിക്കോ? തീർന്നിരിക്കുന്നു. എന്തോ തിയേറ്റർ പൊളിക്കോ? തിയേറ്ററിൽ പൊളിക്കണം. സഞ്ജു കുറച്ചു കാലം ആയോ സിനിമയിൽ എത്തിയിട്ട്? അതെ സർ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ആ, അതിനുശേഷം ഫസ്റ്റ് മൂവിയാണിത്. ഞാനൊരു Okay. 3 പടങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓം ശാന്തി ഓശാന, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, അമർ അക്ബർ അന്തോണി. ഓക്കെ. നല്ല വിജയ പ്രതീക്ഷയിലാണ്. തീർച്ചയായും. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. യെസ് സർ. ഓക്കെ സഞ്ജു, മൃണാളിനോടൊക്കെ ഞാൻ സംസാരിക്കാം. തന്റെ ഒരു പാട്ടുമൊക്കെ നമുക്ക് വേണം ഇന്ന് കേട്ടോ. ഓക്കെ. കാർത്തിക് അല്ലേ? കാർത്തികിന്റെ പാട്ടൊക്കെ ഇവിടെ പലരും പറയുന്നു. കാർത്തിക് ഇവിടെ വന്ന് കയറിയും മുതൽ നമുക്ക് പൊളിക്കണം, അതും പൊളിക്കണം നമുക്ക്. നിങ്ങളെ മിച്ചല്ല സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? രണ്ടുപേരും അനികയും നമിതയും ആയിട്ടാ സിനിമയിൽ വന്നത് അല്ലേ? അനിക ഏത് സിനിമയിൽ ആദ്യം അഭിനയിച്ച്? ഞാൻ ഫസ്റ്റ് ചെയ്തത് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ ഫിലിമാണ്. ചോട്ടാ മുംബൈ. മോഹൻലാലിന്റെ മകളായിട്ട് അവസാനത്തെ ഒരു 5 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അതാണ് സിനിമയിൽ ഒരു ഷോട്ടായാലും പോരെ. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ട് ചെയ്തത് അതെ. ആ അത്ഭുതം സംഭവിച്ചത് ഇവിടെ നിൽക്കുമ്പോഴാ? പഠിക്കുമ്പോഴായിരുന്നോ? ഇല്ല, എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ്. 1.5 വയസ്സോ? എന്റെ അമ്മോ, 1.5 വയസ്സുള്ള. ആ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കഥാപാത്രം നമുക്കൊന്ന് കാണണ്ടേ? പ്രേക്ഷകരിന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ആ, ഇത് തന്നെ ആള്. ഇങ്ങനെ ഇരിക്കുന്ന ആളാണോ ഇങ്ങനെയായത്? എന്റെ അമ്മു, ഭയങ്കര പരിണാമമാണല്ലോ. ആ, എനിക്ക് തോന്നുന്നത് 1.5 വയസ്സിലല്ലേ? 1.5 വയസ്സിലാണ് ഇത് ചെയ്തത്. 1.5 വയസ്സിൽ തുടങ്ങി പിന്നെ എങ്ങോട്ടാ മാർച്ച് ചെയ്ത് അടുത്ത സിനിമ? അത് കഴിഞ്ഞിട്ട് പിന്നെ കഥ തുടർന്ന ചെയ്തത് മമത ചേച്ചിന്റെയും ജയറാം മക്കളുടെയും ഒപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ഫിലിംസ് അങ്ങനെ ചെയ്തു. 4 ഫ്രണ്ട്സ് റേസ്, പിന്നെ മലയാളത്തിൽ കുറെ ചെയ്തു. തമിഴില് പോയി കൂടെ അഭിനയിച്ച് തകർത്തു എന്ന് പറഞ്ഞു. അജിത് സാറിന്റെ കൂടെ ചെയ്തു. നയൻതാരയുടെ തോളൊക്കെ ഇട്ടെന്ന് പറഞ്ഞു. നയൻതാര ചേച്ചിന്റെ കൂടെ ഭാസ്കർ റാസ്കലാണ് ഫസ്റ്റ് ചെയ്തത്. എന്നിട്ടാണ് തമിഴിലേക്ക് പോയത്. തെലുങ്ക് കന്നഡ പൊളിച്ച തൗത്തിന്റെ മൊത്തമായി അല്ലേ? തെലുങ്ക് ചെയ്തിട്ടുണ്ട്, കന്നഡയും കൂടി ഇനി വരാനുണ്ട്. ഓക്കെ. ഇപ്പൊ എന്താ ഇപ്പൊ പഠിക്കാണോ? എന്താ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ സീക്രട്ട് ഹാർട്സ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ. ഏത് വർഷമായി? സെക്കൻഡ് ഇയർ ആയി. ഓക്കെ. ആ, നമിത സീരിയലിലൂടെ, ടെലിവിഷൻ സീരിയൽ വഴിയാ വന്നത് അല്ലേ? ഏത് സീരിയലായിരുന്നു ആദ്യം വന്ന അമ്മേ ദേവി എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലായിരുന്നു. ദേവിയായിട്ട്. ആ, ഏത് ദേവിയാ? ചോറ്റാനിക്കര ദേവി. അനുഗ്രഹിച്ചോ ഭക്തജനങ്ങളെ? ജനലക്ഷങ്ങളുടെ ആരാധനാപാത്രമായിട്ട് രംഗത്ത് വന്നല്ലേ? ആ സമയത്ത് കുറെ ആന്റിമാരൊക്കെ വന്നിട്ട് അവന് തീരെ ചെറുതല്ലേ, അപ്പൊ അമ്പലങ്ങളിലൊക്കെ ചെറിയ കുട്ടിയായിട്ട്. ചെറിയ ദേവിയാ? ചെറിയ ദേവി. വലിയ ദേവി വേറെ ഉണ്ട്, ഇത് കുട്ടി ദേവിയായിട്ട് വരണുണ്ടായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പഠിക്കുവാ? എനിക്കൊന്ന് 5th അങ്ങനെ എന്തോ, 5th സ്റ്റാൻഡേർഡ് എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അതിനുശേഷം വേളാങ്കണ്ണി മാതാവായിട്ട്, അതും ചെറിയ മാതാവ്. ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് പോയി വീണത് അല്ലേ? ഓക്കെ. അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആയിരുന്നു. അത് വേളാങ്കണ്ണി മാതാവിന്റെ ചെറുപ്പമായിരിക്കും അല്ലേ? വേളാങ്കണ്ണി മാതാവിന്റെ ചെറുപ്പമായിട്ട്. ഓക്കെ. പിന്നെ സിനിമയിലേക്ക് എന്നപ്പോ? ഇല്ല, പിന്നെ ഞാൻ മാനസപുത്രി സീരിയൽ ചെയ്തു. പിന്നെ ഞാൻ 9th പഠിക്കുമ്പോഴാ ട്രാഫിക് ചെയ്തത്. ട്രാഫിക്കിൽ വന്നത് രാജേഷ് അങ്കിൾ. എനിക്കൊരു നല്ല മെമ്മറി ഉള്ള എന്താ പറയുക ട്രാഫിക്കിനെ കുറിച്ചല്ല, രാജേഷിന്റെ അച്ഛൻ എന്റെ പ്രൊഫസറായിരുന്നു, ഡോക്ടർ രാമപിള്ള സാർ എന്ന് പറയും. അപ്പോൾ സാറിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സാർ നമ്മുടെ റിസർച്ച് ഗൈഡൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ രാജേഷിനെ അറിയും. പിന്നെ രാജേഷ് മരിച്ചു നോക്കാൻ ഒരു വലിയ സുഖമില്ലാത്ത ഓർമ്മയാണ്. സാറ് മരിച്ചുപോയി കഴിഞ്ഞ വർഷം. അപ്പൊ ഈ രാജേഷിനെ പരിചയം ഉണ്ടായിരുന്നോ? രാജേഷ് അങ്ങനെ എനിക്ക് പരിചയമില്ലായിരുന്നു. ആൻഡ്രോ ജോസഫ് ഉണ്ട്. ആൻഡ്രോ അങ്കിൾ ഇതിനു മുന്നേ മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് വിളിച്ചു. അപ്പൊ എനിക്ക് ബോർഡ്സ് നടക്കുന്ന സമയമായിരുന്നു, ഒരു 8th 9th ഒക്കെ നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ്. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതല്ല, ആൻഡ്രോ അങ്കിൾ അല്ല, ആൻഡ്രോ അങ്കിൾ വഴിയാണ്, എന്തോ മാഗസീൻസ് ഒക്കെ വഴിയാണ് ഈ സിനിമ വന്നത്. പക്ഷെ അല്ല, അതൊക്കെ കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാ ഇത് വന്നേ. എനിക്ക് തോന്നുന്നു നമിത 9th എന്തോ പഠിക്കുമ്പോഴല്ലേ ട്രാഫിക് അല്ലേ? സ്കൂളിൽ എന്തോ പോകാൻ നിൽക്കുമ്പോഴാണ് കഥ പറയാൻ അല്ലേ? അല്ല, സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോ പ്രൊഡക്ഷൻ കൺട്രോളറും രാജേഷ് അങ്കിളും വീട്ടിൽ വന്നു. അപ്പൊ ഞാനിങ്ങനെ രാവിലെ റെഡിയായി, അമ്മ മുടിയൊക്കെ കെട്ടി തന്ന ദോശ സാമ്പാറൊക്കെ കഴിച്ച ആ ഒരു ധൃതി നിൽക്കായിരുന്നു. ശരിക്കും രാജേഷ് അങ്കിളിന് എനിക്ക് കഥ പറയേണ്ട എന്നോട് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഞാനൊരു ന്യൂ കമ്മറാ. അപ്പൊ ഫുൾ കഥ രാജേഷ് അങ്കിൾ പറയണ്ടായിരുന്നു. പകുതി എനിക്ക് മനസ്സിലായില്ല, കാരണം ട്രാഫിക് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്ന ഒരു സ്റ്റോറി അല്ലല്ലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ അടിപൊളി മെമ്മറി ആയിരുന്നു. അവ കുറെ ആക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ ആ സിനിമയില്. ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. എല്ലാവരെയും നേരിട്ട് കാണുമ്പോൾ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടവരാണ്. അപ്പൊ അത് ഭയങ്കര മാജിക്കലായിരുന്നു. എല്ലാരും ഒരുമിച്ച് കാണുക,
സംസാരിക്കാൻ പറ്റി. ഈ നമിത എന്നുള്ള പേരിട്ടതാരാ? നമിത എന്നുള്ള പേര് അമ്മാവൻ. അമ്മാവൻ. ഇങ്ങനെ പേരിടാനുള്ള പ്രകോപനം? അത് ഞാനതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ ട്രോളും വന്നിട്ടുണ്ടായിരുന്നു. ട്രോള് വരട്ടെ, ട്രോള് വന്ന് അല്ലേ മൃണാളിനി? ട്രോളൊക്കെ വരുന്നത് നല്ലതാ. ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നു തെളിയിക്കണമെങ്കിലേ അല്ലേ ട്രോളൊക്കെ വരണം. ചിലപ്പോൾ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. നീ